മമ്മി ഡാഡി ആ സെക്ഷനിൽ നിന്ന് പരിപ്പ്. അല്ല, ഇപ്പൊ നമ്മള് ആഴ്ചയിൽ ഒരിക്കലാണല്ലോ വ്ളോഗ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സന്തോഷ വാർത്തയാണ്, സങ്കട വാർത്തയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ആഴ്ചയിൽ ഒരു വ്ളോഗോ ചിലപ്പോ രണ്ടാഴ്ചയിൽ ഒരു വ്ളോഗൊക്കെ ഉണ്ടാവും. ഇപ്പം കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാനന്ന് വീട്ടിന്റെ അടുത്തേക്ക് പോയപ്പോഴേ അവിടെ ഒരു മുത്തശ്ശി ഉണ്ട്, നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള മുത്തശ്ശി. അത് മുത്തശ്ശി ഉണ്ട് ഏഷ്യാനെറ്റ് കേബിളൊക്കെ കട്ട് ചെയ്യുന്നു. അപ്പോൾ കേബിൾ ഓപ്പറേറ്ററിനോട് പറയാണ് ഇനി മുതലേക്ക് ഇവിടെ കേബിൾ വേണ്ട. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറയാ, എന്താ മുത്തശ്ശി നിങ്ങൾ വലിയ സീരിയൽ ലവർ അല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചേ മുത്തശ്ശിനോട്. മുത്തശ്ശി സീരിയൽ പണ്ട് മുതലേ ഏത് പാരിജാതം, പിന്നെ പണ്ടത്തെ മിന്നുകെട്ട് മുതൽ, പരസ്പരല്ല, പണ്ട് ജ്വാലയായി ഉണ്ട് നാഷണൽ DD നാഷണൽ ആയുള്ള സീരിയൽ മുതൽ കാണുന്നൊരു വലിയൊരു ഫാനായിരുന്നു അവര്. അല്ല, ആ മുത്തശ്ശിക്ക് അത്രയും 90 വയസ്സ് എന്തോണ്ട്. അപ്പൊ ജ്വാലയായി മുതൽ സീരിയൽ കാണുന്ന മുത്തശ്ശിയാ. അപ്പൊ ഈ മുത്തശ്ശിനോട് ചോദിച്ചു, എന്താ മുത്തശ്ശി നിങ്ങൾ ഇങ്ങനെ ഏഷ്യാനെറ്റ് ഒക്കെ കട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് സീരിയൽ കണ്ടെന്ന്. ഇപ്പൊ മുത്തശ്ശി പറയാം, ഇപ്പൊ എനിക്ക് യൂട്യൂബ് ഉണ്ടല്ലോ മക്കളെ, അതിലാണ് ഇപ്പൊ കൂടുതൽ കണ്ടന്റ് മക്കളെ. അതിനിപ്പോ യൂട്യൂബിൽ നല്ല അടിയല്ലേ, കുടുംബ വഴക്ക, ആ മരുമോളെ തല്ലുന്നു. അതൊന്നും ഇനി സീരിയലിൽ കാണണ്ട, ഈ യൂട്യൂബിൽ കണ്ടാ മതി. ആ, അതിനെ കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ കട്ട് ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ യൂട്യൂബേഴ്സിന് ഇപ്പൊ അത്രയും പവറാണ്, വല്യമ്മമാരുടെ ഇടയിൽ വരെ പവർ ഉണ്ടെന്ന് അർത്ഥം, മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തായാലും യൂട്യൂബ് ഇനി നമ്മള് വീക്കിലി ഒരു വീഡിയോ എങ്കിലും നമ്മൾ ചെയ്യണം, അറ്റ്ലീസ്റ്റ് മുത്തശ്ശിമാർക്ക് വേണമെങ്കിലും ചെയ്യണം ഹിബ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്താ ഹിബ? ഇന്നത്തെ കണ്ടന്റ് ഞാനും ഹിബി ആട്ടിണ്ടാകാം, ഇതിനെ അടിച്ച് കിട്ടോ. ഓക്കെ, എന്നിട്ട് ഈ ഓടിയിട്ട് ഫ്ലാറ്റിന് താഴെ പോയിട്ട് സെക്യൂരിറ്റി പറയാ ഭർത്താവ് ഉപദ്രവിക്കുന്നത്. എങ്ങനെയുണ്ട് ഡൊമസ്റ്റിക് വയലൻസ് പോയി പറ. ഓക്കെ, നീ താഴെ പോയിട്ട് വേൻ ചെല്ല്. അപ്പൊ ഞാൻ തോക്കും കത്തിയെടുത്ത് ഇവിടെ ഉണ്ടാക്കി. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പൊ ഇന്നൊരു സായാഹ്ന ദിനമാണ്, കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഇന്ന് നമുക്ക് കുറെ സ്കേർട്ട് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഫുൾ ബിസിനസ് ആണ് അല്ലേ? ബിസിനസ് ചെയ്ത് ഇപ്പൊ വ്ളോഗൊന്നും ചെയ്യാൻ നേരമില്ല. പിന്നെ നമുക്ക് ഇനിയിപ്പം നിങ്ങള് തൽക്കാലം ഇപ്പൊ സീരിയലൊക്കെ ഒന്ന് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം യൂട്യൂബിനൊക്കെ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രോഡക്റ്റ് ഫസ്റ്റ് തന്നെ നമുക്കൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് വരുന്നത്. പ്രോഡക്റ്റിന് അടുത്ത് വരും കേട്ടോ. ഈ ക്യാമറ കാണിക്കണ്ട, എവിടുന്ന് വാങ്ങിയാന്നൊക്കെ പറയണേ ഗൈസ്. അപ്പൊ ഇതാണ് കേട്ടോ പുതിയ പ്രോഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോണേ. ഇന്ന് വാക്സിനൊക്കെ അടിച്ചു വന്ന പ്രോഡക്റ്റ് ആട്ടോ അത്. ഞാനാ എന്താ പറയാനുള്ളത്, ആരൊക്കെ പോയി വയസ്സ് നിങ്ങൾ കുറച്ചായില്ലേ നല്ലപോലെ കണ്ടു. നോമ്പിന്റെ സമയത്ത് ബർത്ത്ഡേ വെച്ച് ഞാനല്ലേ ഞങ്ങൾക്ക് എന്ത് ബർത്ത്ഡേ വ്ളോഗ് കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഫോട്ടോസ് ഒക്കെ എടുക്കാനാ? ഞാന്റെ ഫോട്ടോസ് എടുത്തു, എന്തിനാ ഫോട്ടോസ് എടുക്കാനാണോ ജീവിതം? അല്ല, ചെലക്കണേ കട്ട് ചെയ്യണ്ട കേക്ക്. ഫോട്ടോസ് എടുക്കാൻ പോയിട്ട് ഇവിടെ എടുക്കാൻ പോലും പറ്റില്ല, എന്നാലും ഇവിടെ ഫോട്ടോസ് എടുക്കണം. കളിക്കണം ഈ ഡബ്ബർ ബാൻഡിന് വേണ്ടിട്ടാ കളിക്കുന്നത്. നമ്മൾക്ക് 1000 രൂപ 2000 ടോയ്സ് വരെ മേടിച്ചു കൊടുത്തു. പക്ഷെ ഇവൾക്ക് റബ്ബർ ബാൻഡ് ഇവള് ഹിബന്റെ വൈബാണ്, അതാണ് സീനായി പോയത്. നാടൻ വൈബാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് റിവ്യൂ. അപ്പൊ ഇതിന് എത്ര മാർക്ക് കൊടുക്കാം ഹിബ? 10ൽ 100. ആ, രാത്രി ആണെങ്കിൽ 10 മാർക്ക് കൊടുക്കാം 100 അല്ലെ? ഫുൾ ടൈം കരിച്ചിലാണ്. എന്താണ് അപ്പൊ ആരും നടക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതാ നിക്കും, കുറച്ചേരം നിക്കും. അല്ലോ യെസ്. അപ്പൊ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് റിവ്യൂ. അപ്പൊ പ്രൊഡക്റ്റ് റിവ്യൂ കഴിഞ്ഞ് ഇനി അടുത്ത എന്താ ഹിബ? അടുത്ത നമുക്ക് ഇവിടുത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ് റിവ്യൂ ചെയ്യാം. ഇതാണ് മാനുഫാക്ചറിങ് യൂണിറ്റ്. നമ്മളെ റിവ്യൂ കുറച്ചെടുക്കാം. സ്വഭാവം വളരെ മോശമാണ് കുറച്ച് കാലമായിട്ട്. പരിപാടി തുടങ്ങി അതൊന്നും ഇപ്പൊ കിട്ടൂല, അതൊക്കെ പണ്ടായിരുന്നു, ഇനിയൊന്നും കിട്ടൂല. ഇനി ജീവിതത്തിന്റെ അപ്രപാളികളിൽ ഞാൻ കുടുങ്ങിപ്പോയി ഹിബ. ഞാനിപ്പോ വേൾപൂൾ മെഷീനിൽ ഇരുന്ന് തിരിഞ്ഞുകൊണ്ട് നിക്കാണ്. എന്നെ ബൈക്കിലൊക്കെ പോകുമ്പോ ഇന്നെങ്ങനെ തിരിഞ്ഞു അതിനിപ്പോ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ കാറിലല്ലേ, പിന്നെ എന്തിനു തിരിഞ്ഞു നോക്കണേ? ഞാൻ സൈഡിലല്ലേ ഉള്ളത്. അങ്ങനൊക്കെ മിസ്സൊക്കെ ആവും, അതൊക്കെ ഉണ്ടോ? മൈ ഗോഡ്, ആ റൊമാൻറ്റിക് ആക്കി തരുവാള്. ഗൈസ് നോക്കിയ ടിവിയിലും ഇവളെ ഒരേ ഡ്രസ്സിന്റെ കളർ കേട്ടോ. അപ്പൊ എന്താ ഇപ്പൊ ഇന്നത്തെ പരിപാടി? കുറെ കാലത്തിന്റെ യൂട്യൂബ് ഒക്കെ തുടങ്ങിയിട്ട് ഇന്ന്
ആരും കൂടി ഒന്ന് ഔട്ടിങ്ങിന് പോവാ. ഫസിക്കാക്കല്ലാതെ അതെ പോയിക്കോ. എല്ലാ ഉപകാരം കേസ് കുറച്ച് നമുക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും. ഇവിടെ അനിയുണ്ട്, അനിയനെയും കൂട്ടി പോയിക്കോ. ഓക്കെ അതിപ്പോ ഫസ്കാന്റെ ആവശ്യമില്ല. എന്താണ് എനിക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിട്ട് എനിക്ക് കിട്ടി 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 എനിക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാ. അപ്പൊ പണ്ടത്തെ ഒന്നും ഈ മറന്നിട്ടില്ല സർപ്രൈസുകളൊന്നും. ഞാൻ ഇന്റെ സർപ്രൈസ് ഞാൻ തന്നെ ഹിബാന്റെ സർപ്രൈസ് ഇന്നെ കിട്ടിയില്ല ഒന്നില്ലെങ്കിൽ അങ്ങ് മൾട്ടി ലെവൽ ടാലൻസ് ഉള്ള ഫസിക്കാക്കിനല്ല അങ്ങ് കിട്ടിയത്. എന്തൊക്കെ ഞാൻ ചെയ്യും അല്ലേ? അപ്പൊ എന്തായാലും ഇന്ന് ഹിബന്റെ ഔട്ടിങ് വരാൻ പോണം. അപ്പൊ ഇന്നെ നിങ്ങള് നോക്കണ്ട. ഹിബ അവിടെ പോയിട്ട് സീരിയൽ ലെവൽ കാര്യങ്ങളൊന്നും ചെയ്തു വെക്കരുത്. നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഓക്കെ എന്നാ ലെറ്റ്സ് ഗോ വേഗം വിട്ടോ. ഉമ്മച്ചി ഇപ്പച്ചി വന്നിട്ടുണ്ട് ഇന്നെ കാണാൻ വേണ്ടിട്ട്. ഇന്നെ കാണാനല്ല വന്നത്, കുട്ടീനെ കാണാനാ വന്നത്. അപ്പം പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താ വെച്ചാല് മമ്മി ഹജ്ജിന് പോവുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അതേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. എന്തായാലും ഞാൻ ഓൾറെഡി സോളോ ഷോപ്പിങ്ങിന് പോകണം എന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോ സോളോ ആക്കണില്ല, നമുക്ക് കമ്പനി ആയിട്ട് ഷോപ്പിങ്ങിന് പോവാം. ലെറ്റ്സ് ഗോ. ഫസ്കാക്ക് തലവേദനയാണ്, അതുകൊണ്ട് ഫസ്കാക്ക് അടുക്കാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പോവാണ്. അപ്പൊ ഫസ്കാക്ക ബൈ ബൈ. നല്ല കോംഫി ഡ്രസ്, ഇതിന്റെ കുറച്ച് സൈസസ് കൂടി അവൈലബിൾ ആണ്. നല്ല ഈ എന്താ പറയാ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ സാധനമാണ്. തുണിയാ കുറച്ച് ഉള്ളിലൊക്കെ ലേശം വെളിച്ചടിക്കും, സ്ലൈറ്റ്ലി കാണും. പക്ഷെ നമുക്ക് പെറ്റിക്കോട്ട് ഇട്ടാ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നല്ല സുഖമാണ് കേട്ടോ. ഇതിന് കുറച്ച് സൈസസ് കൂടി ഉണ്ട്. ഇതിന്റെ മഞ്ഞൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി, ഇത് ഈ കളർ കൂടി മാത്രമേ ഉള്ളൂ. അപ്പൊ വേഗം വണ്ടികളൊക്കെ എല്ലായിടത്തും കച്ചവടം ഈ പൈക്കാടുന്നു. ഇതെന്താ ചോബർമ സ്റ്റിക്കറോ? ഇവനെ ഫൈനലിൽ നമ്മൾ ഇടാനുള്ളതാ. അപ്പൊ ലെറ്റ്സ് ഗോ. അപ്പൊ ഞങ്ങള് കുറച്ച് ഷോപ്പൊക്കെ ചെയ്തു വരാം. അപ്പൊ നമ്മള് ഫുള്ള് വാങ്ങുവേ. ഡാഡിന്റെ കൂടെ യാരാ നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ. ടാറ്റാ. കയ്യിൽ എന്തോ ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പം വന്നത് എന്തിനാന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇമ്മച്ചിട്ട് ഓരോ നൂലിക്കെട്ട് കേസുകളാണ്, ഫുള്ള് അവിടെ ഇവിടെ കെട്ട് കേസുകളാണ് ഇമ്മന്റെ. അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മമ്മി മനുമാമ, ഡാഡി, യാര, അമ്മി. മമ്മിന്റെ സൈഡിൽ ഒക്കത്തെ ഒരു കുട്ടിയുണ്ട് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അത് കുട്ടിയല്ല, അത് മമ്മീന്റെ ചട്ടിയാണ്, പ്രസവിച്ച കുക്കർ കുട്ടിയ. ഏയ് കുക്കർ മമ്മി, ഏയ് മമ്മി. അതിന്റെ ഇടില്ല, കുക്കറിനൊക്കത്ത് വെച്ച് വരാണ്. ഇവിടുത്തെ ഒരു 3 വർഷം മുന്നേ വാങ്ങിയ ഒരു കുക്കറായിരുന്നു. അതിന്റെ ബോഡിക്ക് കംപ്ലൈന്റ് ആയി, അത് എക്സ്ചേഞ്ച് ചെയ്യാൻ കൂടി വന്നതാണ്. കുറച്ച് ഷോപ്പിംഗ് ആകാം. എന്താ നിങ്ങൾ പ്രസവിച്ചതമ്മ? നിങ്ങൾ പ്രസവിച്ച കുട്ടിയാ? എന്താ ഒക്കത്തട്ടി പോണേ. പിന്നെ അതുപോലെ വെക്കേഷനായിട്ട് ഭയങ്കര റഷാണ് കേട്ടോ മാളുകളിലൊക്കെ, എല്ലാ ആൾക്കാരും ഉണ്ട്. എന്താ ശരി നമ്മളെടുക്കാം. തരില്ല കുക്കർ, അത് മാറ്റി കിട്ടുന്ന പറഞ്ഞപ്പോൾ ഹാപ്പിനെസ്സിൽ വന്നതാണ് മമ്മി. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പിടിവള്ളി. ഇതാണ് കേട്ടോ മമ്മീന്റെ കുക്കർ വരുന്നത്. ഈ ഒരു 5 ലിറ്ററും ഈ ഒരു 3 ലിറ്ററും. ഈ 3 ലിറ്ററിന്റെ ഇവിടുത്തെ ഈ പഞ്ചിങ് പൊട്ടിയിട്ട് സീനായി. അപ്പൊ ഇനിയിപ്പോ നന്നാക്കാനൊരു രക്ഷയില്ല. അതിന് വേണ്ടിയിട്ട് മമ്മി ഇപ്പൊ ഇറങ്ങിയതാട്ടോ. ഈ ഒരു പിടിയുണ്ട്, ഇത് മാറ്റി തരാന്നാ പറഞ്ഞത്. കുക്കർ പർച്ചേസിംഗിലാണ് മമ്മി. ആരു why are you crying? No. യാരനെ മമ്മദിൽ എത്തിയിട്ടുണ്ട്. യാരു ലെറ്റ്സ് ഗോ. ഇമ്മച്ചിട്ട് കുത്താര നോ അറിയാതാ. അപ്പൊ ഇതാ നമ്മളൊരു കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ട്. പേരെന്താ പറയേ? മലപ്പുറം. മലപ്പുറം ഉണ്ടാ, നമ്മളൊക്കെ മലപ്പുറം. നോക്കെ മലപ്പുറം പവർ. നമ്മള് മലപ്പുറം.
ഉമ്മച്ചി ചോദിക്കുക എനിക്ക് എന്താ വാങ്ങണ്ടേ, അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും ഞാൻ വാങ്ങും, അങ്ങനെയാണല്ലോ ഇപ്പൊ എന്റെ ഒരു കഥ. ഇവിടെ പലതരം സാധനം. ഈ സ്റ്റീൽ സെക്ഷൻ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. യാരാ നമുക്ക് എന്താ വണ്ടിയേ? മമ്മിയും ഡാഡി ആ സെക്ഷനിൽ നിന്ന് പരിപ്പ്, തുവരപ്പരിപ്പുകള്, അങ്ങനെ എല്ലാ പരിപ്പുകളും നോക്കാണ്. എല്ലാ പരിപ്പും ഉണ്ട്. മഞ്ഞതാ അവിടെ. നെയ്യ് ഏതാന്നുള്ള കൺഫ്യൂഷനിലാണ്. മിൽമെടുത്തോ? മിൽമയാണ് നാടിന്റെ നന്മ. മിൽമ കേരളം കണികെട്ടിരിക്കുന്ന നന്മ. കർണാടക നന്ദിനി അവിടെ പോട്ടെ. അതൊക്കെ ആലോചിച്ചാലോചിച്ചിരിക്കാണ്. അപ്പൊ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വാങ്ങി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബില്ല് ചെയ്താൽ മതി. കുക്കർ ഓൺ ദ വേ ആണ്. ലെറ്റ്സ് ഗോ. പിന്നെ ഞാൻ ഇപ്പൊ കുറച്ചു കാലമായിട്ട് മിസ് ചെയ്യാത്തൊരു സെക്ഷനാണ് ഇതാ. ദിസ് വൺ പാമ്പേഴ്സ്. ഇവിടെ എന്തോ ഓഫർ കാണുന്നുണ്ട്, പക്ഷെ ഇതിനെക്കാളും കൂടുതൽ ഓഫർ എനിക്ക് വേറെ സ്ഥലത്തെങ്കിലും കിട്ടുന്നുണ്ട്. മോളെ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനം. എന്റെ പാമ്പേഴ്സ് ആണ്. എന്നാ കേട്ടോ. ഓ യാരാ. അപ്പൊ ഇതാ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാ. സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാണ്. യെസ്, മമ്മിന്റെ ഹജ്ജിന് പോകാനുള്ള പ്രിപ്പറേഷൻ ഉള്ള സാധനങ്ങളാണ് വാങ്ങിയത്. ഡിന്നർ എന്താന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യാ? അപ്പോഴാണ് മമ്മി വന്ന് നൈസായിട്ട് മമ്മീന്റെ തലയിലേക്ക് ഇട്ടെടുത്ത പണികള്. മമ്മി നല്ല ചിക്കൻ കറി ഉണ്ടാക്കാണ്. വാവ്, അടിപൊളി ചിക്കൻ കറി ഇട്ടാ. നല്ല കാഷ്യൂനട്ടൊക്കെ ഇട്ട ചിക്കൻ കറി. ഉപ്പ് സംഭവങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ്. അതേസമയം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ സാധനമാണ് ഈ സാധനം. ഇതിന്റെ പേരാണ് സേഫ്റ്റി ലോക്ക്. ഈ യാരൊക്കെ എപ്പോഴുള്ള പണി എന്താ, ഇവിടെയൊക്കെ വന്ന് തുറന്നിട്ട് ആ സാധനങ്ങളൊക്കെ വലിച്ചിടുക, പിന്നെ അതിൻ്റെ ഉള്ളിൽ കൈ കൊടുക്കുക. പിന്നെ ഞാൻ ഒരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഈ ഫ്രിഡ്ജിൽ വെക്കണ ലോക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ ഓലെ സേഫ്റ്റിന്റെ ഇഷ്യൂ ആണത്. അപ്പൊ ഞാൻ അതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ സേഫ്റ്റി ലോക്കാണിത്. ഇത് മക്കളെ സേഫ്റ്റിക്ക് വേണ്ടി വെക്കണം. പിന്നെ ഞമ്മക്കും നല്ലതാണ്. എന്താ വെച്ചാൽ എല്ലാ സാധനം വലിച്ചു വാരി എടുക്കൂലല്ലോ. ഇപ്പൊ എവിടെ ഇതിന്റെ ഇടയിൽ വെക്കാന്നാണ് എന്റെ ഒരു അഭിപ്രായം. എങ്ങോട്ടാണ് ലോക്ക് വെക്കാൻ? ഇതാണിപ്പോ ലോക്ക്. ഇനിയിപ്പോ ആരെ വന്ന് വലിച്ചാല് കിട്ടുള്ളൂ. ഇനിയിപ്പോ ഞമ്മക്ക് എടുക്കണമെങ്കിൽ വാവ്, നമുക്ക് ഇങ്ങനെ വെക്കാം. കൂട്ടിന് ശേഷം അല്ലേ. ഇനി ഏറ്റവും വലിയത് ഇതാണ്. ഈ സിങ്കത്തെ പാത്രം എല്ലാം ഓടി എപ്പോഴും യാരുടെ കൈ ഇതിലൂടെ. അതേസമയം യാര ബേബിക്ക് വാക്സിനേഷൻ അടിച്ചിട്ട് ചെറിയൊരു പനി ഉണ്ടായിന്. ഈ യാരോടെ കിടക്കി മമ്മന്റെ യാര് പിടിക്കല് മമ്മ തരാ. പിടിക്കല്ലേ. അപ്പോൾ ഇന്ന് ഡിന്നറിന് നല്ല പൊറോട്ടയും ചിക്കൻ കറിയാണ്. മമ്മി ഇത് അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട്, ഡാഡി തിന്നുന്നുണ്ട്, ഞാൻ തിന്നട്ടെ. കുറേ കാലത്തിന് ശേഷം മമ്മീൻ്റെ ഫുഡ് കുളിക്കും. ഡിജിറ്റലല്ലേ എന്നെ. അപ്പൊ ഡിന്നർ കഴിഞ്ഞ് മമ്മി ഡാഡിയൊക്കെ പോയി. എന്താ മനുമാമ അവിടെ കിടന്ന് ഏതോ ഒരു സിനിമ കണ്ടോണ്ടിരിക്കണേ. സിനിമയിൽ വേണ്ട വലിയ കഥ ഒന്നും ഇല്ല, ഏതൊക്കെ കണ്ടിരിക്കണേ. അതേസമയം എന്റെ മോള് ഇവിടെയാണോ എന്തോ സേഫ്റ്റിയിലൊക്കെ കൊണ്ട് എല്ലാം സേഫ് ആക്കിയതിനു ശേഷം എന്താ എന്റെ പരിപാടി? ഈ ഡ്രസ്സൊക്കെ എടുക്കുക എന്നിട്ട് തിരുമ്പുക. ഞാൻ തിരുമ്പി വെച്ച ഡ്രസ്സ് പിന്നെ എന്തിനാ തിരുമ്പണേ? മമ്മക്ക് പറഞ്ഞു, മമ്മക്ക് ദേഷ്യം വരുന്നു. യാരാ നോ 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 തലയിലിട്ട. ഇതൊക്കെയാണ് ഇവിടെ പരിപാടികൾ. അപ്പൊ അടുത്ത ആഴ്ച എന്ത് വീഡിയോ വേണമെന്ന് എല്ലാരും കമന്റ് ചെയ്യാം. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണിച്ചു കൊടുക്കുക.